അപ്പൊ IRTC തന്ന ഒരു പണിയും കൂടിയാണ് ഈ വീഡിയോ. ഹേ ഗൈസ്, അപ്പൊ ഗോവയിലെ ലാസ്റ്റ് ദിവസമായിട്ട് നമുക്ക് ഈ റൂം ഇന്ന് വെക്കേറ്റ് ചെയ്യണം ഗൈസ്. ഞങ്ങൾ ഈ റൂം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. പക്ഷെ 11 മണിക്ക് നമുക്ക് വെക്കേറ്റ് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. അപ്പൊ നമ്മൾ ഇത് നേരെ പോകുന്നത് ഗോവയിലെ തലസ്ഥാന നഗരിയായ പനാജിയിലേക്കാണ്. ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നല്ല ചൂടായതുകൊണ്ട് ചൂടിൽ നിന്ന് മുക്തി നേടാൻ ഇവിടെ ഒരു മാളുണ്ട്, അങ്ങോട്ട് വന്നതാണ് കേട്ടോ. മാളിൽ ഞങ്ങൾ ഫുഡും ചായയും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ആ ഞെട്ടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഞാനൊക്കെ ഈ പ്രായത്തിൽ ടയർ ഇട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോഴാണ് അവന്മാര് KFCയുടെ ചിക്കൻ ഇവിടെ വന്ന് വലിച്ചോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഇനിയിപ്പോ ഷോപ്പിങ്ങിന്റെ സമയമാണ്. അപ്പൊ ഗോവയിൽ ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ മൊത്തം ആനിമയുടെ ആക്ഷൻ ഫിഗേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഇത് ഇവിടെ കിട്ടും കേട്ടോ. ഷോപ്പിംഗും കഴിഞ്ഞ് നേരെ നമ്മൾ കാൽക്കുട്ട് ബീച്ചിലേക്കാണ് പോയത്. ഗൈസ്, ബീച്ചിലൊന്നും പണ്ടത്തെ വൈബില്ല. ഗോവയെ മൊത്തം ഒരു വൈബില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത്. ഇനി ചിലപ്പോൾ ഞങ്ങൾക്ക് പ്രായമായതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഗോവയിൽ അംഗങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ട്രെയിൻ കയറാൻ വന്നു. നമ്മൾ രാത്രിയിലത്തെ നേത്രാവതി എക്സ്പ്രസ് ആണ് ബുക്ക് ചെയ്തത്. 9:45 വരേണ്ട ട്രെയിൻ എന്നത്തെ പോലെയും ലേറ്റ് ആയിരുന്നു ഗൈസ്. 11:45 വന്നത്. മഡ് ഗോവയിൽ നിന്ന് തത്കാലം കിട്ടാത്തതുകൊണ്ട് കാർവാറിൽ നിന്നാണ് തത്കാലം എടുത്തത്. കാർവാറിൽ ചെന്ന് നോക്കിയപ്പോ നമ്മുടെ കൺഫേം ടിക്കറ്റിന് വേറെ കൺഫേം ആയ ആൾക്കാർ. ഇതിനെക്കുറിച്ച് TTയുടെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു മൺസൂൺ സീസൺ ആയതുകൊണ്ട് ട്രെയിനിന്റെ ടൈമിംഗ് ഒക്കെ മാറി. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോയി കിടക്കി, ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ എവിടേക്കോ കയറി കിടന്നുറങ്ങി. ഫൈനലി നമ്മൾ നമ്മുടെ നാട്ടിലെത്തി. ഇതോടുകൂടി ഗോവൻ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഗോവയിലേക്ക് ഒരു മടക്ക യാത്രയില്ല. അപ്പൊ ഗൈസ്, ബൈ.